ഹായ് ഫ്രണ്ട്സ്, അബീസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു ഫ്ലോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ലോട്ടസ് വെറൈറ്റികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വെറൈറ്റി കിവിയാണ്. കിവിയുടെ ഫ്ലവറാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഹൈറ്റിൽ വന്നിട്ട് അത്യാവശ്യം പൂക്കളൊക്കെ നമുക്കിതിൽ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വെറൈറ്റി നാഗവല്ലിയാണ്. നാഗവല്ലിയുടെ പെറ്റൽസുകൾ ഒരുപാട് ഇതളുകളുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല റെഡ് കളറാണ്. ഇത് വെയിലുള്ള സമയത്ത് വീഡിയോ എടുത്തിട്ടാണ് അത്ര കളറ് തോന്നാത്തത്. നല്ല അത്യാവശ്യം നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. ഓരോ ലീഫിലും സ്റ്റാൻഡിങ് ലീഫിലും ഓരോ ബഡാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഫ്ലവർ ഇത് ഒരു 4-5 ദിവസമായിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ പെറ്റൽസുകൾ അത്ര പെട്ടെന്നൊന്നും തൊഴിഞ്ഞു പോകാതെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ് കേട്ടോ. അത് കരിഞ്ഞ് നിൽക്കുകയെന്നല്ലാതെ തൊഴിഞ്ഞു പോകുന്നില്ല. അത്ര നല്ലൊരു വെറൈറ്റിയാണ് നാഗവല്ലി. അടുത്തത് ഇത് വാങ്തോങ് ഹോങ് ആണ്. ഇത് നമ്മുടെ ടെറസിൽ സെറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പം ഷോർട്ട് വീഡിയോ എടുത്ത സമയത്ത് ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് വാങ്തോങ് ഹോങ്. ഇത് പുതിയ വെറൈറ്റിയാണ്, ചൈനീസ് വെറൈറ്റിയാണ് കേട്ടോ. വീണ്ടും കിവിയെ കാണിക്കുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട. ഓരോ ഫ്ലവറും കാണുമ്പോൾ വീണ്ടും വീഡിയോ എടുത്തു പോകും. അത്രയും നല്ല ഭംഗിയാണ് ഈ കിവീനെ കാണാൻ. ഇത് കണ്ടില്ലേ, ഇനിയും ബഡ്ഡുകൾ വന്നുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് കിവി. അടുത്ത വെറൈറ്റി ചാന്ദിനിയാണ്. ചാന്ദിനിയുടെ ഫ്ലവറാണ് ഈ കാണുന്നത്. ചാന്ദിനിയും നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ചാന്ദിനി. പിന്നെ ഇങ്ങനെ ഇതിലെ ലീഫുകൾ കണ്ടില്ലേ, ഇത് നിറയെ ലീഫും നിറയെ ബഡുമാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പോട്ടുകൾ നമ്മൾ ഈ വേനൽക്കാലമാകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് നാഗവല്ലിയുടെ പോട്ട് കാണിച്ചില്ലേ, അതിൻ്റെ വീഡിയോ ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇത് വൈറ്റ് എമറാൾഡിൻ്റെ ബഡാണ്. പിങ്ക് ലെഗസിയാണ് കേട്ടോ ഈ കാണുന്നത്. പിങ്ക് ലെഗസി നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. കേട്ടോ പിങ്ക് ലെഗസിയുടെ ബഡുകൾ കണ്ടില്ലേ, ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നാഗവല്ലി നേരത്തെ കാണിച്ച പോട്ട് തന്നെയാണ്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സൺബേണായി പോയതാണ്. നമ്മൾ 2 ദിവസം ഈ ഫ്ലോട്ടിലേക്ക് വെള്ളം നിറയ്ക്കാൻ വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ 3-ാമത്തെ ദിവസം വന്നപ്പോഴേക്ക് ഒരുവിധം വെറൈറ്റീസൊക്കെ സൺബേണായിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ വേനൽക്കാലത്ത്. വെള്ളം ഉണ്ടോ എന്നുള്ളത് ലീഫുകളൊക്കെ മാറ്റി നോക്കിയിട്ട് വെള്ളം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ഈ കൂടുതൽ ലീഫുകളും ബഡുകളൊക്കെ വന്ന് നിൽക്കുന്ന പോട്ടിൽ പെട്ടെന്ന് വെള്ളം വറ്റി പോകും. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എനിക്ക് ഈ ഫ്ലോട്ടിൽ തന്നെ ഒരു 4 പോട്ടോരം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നാഗവല്ലിയൊക്കെ നേരത്തെ ആദ്യം തുടക്കത്തിൽ കണ്ട ആ ഒരു പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടത് സൺബേണായി പോയത്. ഈ കാണുന്നത് റെഡ് ജുവാബാണ്. ഇത് നക്ഷത്രയുടെ ബഡാണ്. പിങ്ക് മിസ്റ്റാണ് കേട്ടോ. പിങ്ക് മിസ്റ്റ് കണ്ടില്ലേ, പിങ്ക് മിസ്റ്റിനും സൺബേൺ ഒരു പ്രശ്നം വന്നു. അതാണ് ലീഫുകളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത്. ഇത് അഖിലയാണ്. അഖിലയുടെ ബഡ് വിരിയുന്നേ ഉള്ളൂ. പിങ്ക് ജൂപ്പിറ്റർ. അപ്പം ഇതൊക്കെ വിരിയാത്ത ഫ്ലവേഴ്സൊക്കെ വിരിയുന്ന സമയത്ത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പം അടുത്തത് വജ്രയുടെ പോട്ടാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇത് അൻഹദയാണ്. അൻഹദയിൽ 4-ാമത്തെ ദിവസമായിട്ട് ഈ ഫ്ലവർ വന്നിട്ട്. അപ്പം പെറ്റൽസ് ഒന്നും തൊഴിയാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളറും ഗ്രീനും കൂടിയിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത് സുസ്മിതയാണ്. സുസ്മിതയുടെ പോട്ടിലും ഇതേ ഒരു പ്രശ്നം വന്നു. വെള്ളം വറ്റിപ്പോയി. അതായത് നിറയെ പൂക്കളും നിറയെ ബഡും ലീഫുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇങ്ങനെ സർവൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വാങ്തോങ് ഹോങ് ആണ്. നമ്മൾ ടെറസിൽ സെറ്റ് ചെയ്ത് ഇവിടെ ഈ ഒരു ഫ്ലോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ബഡ് വന്നു. വാങ്തോങ് ഹോങ്ങിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി.
അത്യാവശ്യം നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി തന്നെയാണ് വാൻതോങ് ഹോങ്. പിന്നെ ദിലൻ, ഇത് ജുവാബ 13 ആണ്. നേരത്തെ കാണിച്ച വൈറ്റിൻ്റെ റെഡിൻ്റെ പിങ്ക് കേട്ടോ. റെഡ് നല്ല റെഡ് കളറ് ജുവാബ ഉണ്ട്. അതുപോലെ തന്നെ പിങ്കിലും ഉണ്ട്. ഇത് ഐശ്വര്യയാണ് കേട്ടോ. ഐശ്വര്യയുടെ ഫ്ലവർ ഫസ്റ്റ് ഫ്ലവർ ആണ്. പ്ലാന്റ് മെച്ചോർഡാവുന്നതിനനുസരിച്ച് ഫ്ലവറിൻ്റെ സൈസും വലുതായി വരും. വലിയ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഐശ്വര്യയിൽ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഐശ്വര്യ. തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റിയും കൂടാണ്. ഇതൊക്കെ ഇവിടെ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. പുതിയത് സെറ്റ് ചെയ്തതിൽ കുറേയൊക്കെ പിടിച്ചു കിട്ടും, കുറച്ചൊക്കെ കുളക്കോഴിയും അതുപോലെ തന്നെ കാക്ക ഇവരൊക്കെ നശിപ്പിച്ച് കളയും. ഇത് വൈറ്റ് പാന്തറാണ്. 29/3 സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ബഡ് വന്നു, 2 ബഡ് വന്നു, ഒന്ന് കുളക്കോഴി ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈതന്യയുടെ പോട്ടാണ് കേട്ടോ. അത് ചൈതന്യയിലും ബഡ് വന്നിട്ടുണ്ട്. ഇത് ഐശ്വര്യയാണ്. ഐശ്വര്യയുടെ ഫ്ലവർ കണ്ടില്ലേ, വലുതായി വലിയ പൂക്കളായി വരുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് മെച്ചോർഡ് ആവുന്നതിനനുസരിച്ചാണ് എല്ലാ പോട്ടിലും നമുക്ക് ഫ്ലവർ വലുതായി കിട്ടുക. കുറച്ച് 10 മണീസൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് AW7 വൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റെഡും ഉണ്ട്, വൈറ്റാണ് ഇപ്പോൾ നമുക്കിവിടെ ഫ്ലവർ വന്നത്. റെഡിൽ ഫ്ലവർ വന്നിട്ടില്ല. നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തതിൽ വന്നിട്ടുണ്ട്. ഈ ഫ്ലോട്ടിൽ സെറ്റ് ചെയ്ത എല്ലാ വെറൈറ്റീസിലും ഫ്ലവർ വരുന്നേ ഉള്ളൂ. അപ്പം ഓരോന്ന് ഫ്ലവർ വരുന്നതിനനുസരിച്ച് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ 10 മണീസിൻ്റെ കട്ടുകൾ വേണ്ടവർ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് 20-25ഓളം വെറൈറ്റീസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഏതൊക്കെ വെറൈറ്റീസാണ് ഫ്ലവറിൻ്റെ പിക്ക് ഇട്ടുതരാം. ഓരോന്നും 2-3 കട്ടിങ് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേണ്ടവർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ഈ ഇവിടെ ഫ്ലോട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച ചാണകപ്പൊടിയും അതിനുള്ള വളങ്ങളുമാണ്. 2 പൊട്ടുവെള്ളരിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ സെറ്റ് ചെയ്തതായിരുന്നു. അതായത് പൊട്ടുവെള്ളരിൻ്റെ വിത്തുകൾ കിട്ടിയപ്പോൾ നമ്മളിവിടെ പാകി നട്ട് കിളിർപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടുവെള്ളരിയൊക്കെ കിട്ടി. ഇന്ന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.